അപ്പോൾ ഹലോ ഗൈസ്, കുറേ നാളെ ഒന്ന് പുറത്ത് പോയി ഫുഡ് അടിച്ചിട്ടല്ലേ. അപ്പോൾ ഒരു പുതിയ ഫുഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. ലൊക്കേഷൻ ഞാൻ അവസാനം പറയാം കേട്ടോ. അവിടെ എത്തിയപ്പോൾ ദോശ അടി തുടങ്ങിയിരിക്കുകയാണ്. ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ തട്ടിൽ തന്നെ ഒരു 5-6 ദോശ. അങ്ങനെ ചൂട് ദോശ ചുട്ടതിന് ശേഷം നല്ല സമോവറിൽ ഇങ്ങനെ ചൂടായിരിക്കുന്ന ചായയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ഫസ്റ്റ് ഐറ്റം ചിക്കൻ റോസ്റ്റ് ആയിരുന്നു, പിന്നെ ചിക്കൻ കറിയും, പിന്നെ നമ്മുടെ OG ഐറ്റമായ ദോശയും. ആദ്യം ദോശ എന്നൊരു പീസ് ഇങ്ങനെ എടുത്ത് ആ ചിക്കൻ കറിയിൽ ചിക്കനും കൂട്ടി ഒരു പിടി അങ്ങനെ പിടിച്ചാലോ, എങ്ങനെ ഉണ്ടാവല്ലേ? ഒരു രക്ഷയില്ലാത്ത ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അടിപൊളി ഐറ്റം. ഇനി നമ്മുടെ ദോശയിൽ നിന്ന് വേറൊരു കഷ്ണം ഇങ്ങനെ എടുത്ത് ആ ചിക്കൻ്റെ പീസും ഇങ്ങനെ ഒരു കഷ്ണം എടുത്ത് ആ ഗ്രേവിയും കൂട്ടി ഒരു പിടി. ഇനി വരെ ഏറ്റവും വലിയ ഐറ്റമായ മുട്ട ദോശ കേട്ടോ. മുട്ട ഇത് ഇഷ്ടം പോലെ ഉണ്ട്, ഒരു ദാരിദ്ര്യ ക്ഷാമവും ഇല്ല. അത് തൊടുമ്പോൾ തന്നെ കൈപൊള്ളി. പൊള്ളി 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 പൊള്ളി. ഇതല്ല, ഇതിനപ്പുറം ചൂട് കണ്ടവനാണ് ഞാൻ. ഏത് അല്ലേ? ഇനി നമുക്ക് മുട്ട ദോശ ദോശയുടെ പീസ് മാത്രം എടുത്ത് കഴിച്ച് നോക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി കേട്ടോ. പിന്നെ നമുക്ക് മുട്ട ദോശൻ്റെ പീസ് എടുത്ത് ഈ ചിക്കൻ ഗ്രേവിയുടെ കൂടെ കൂട്ടി നോക്കാം. ഇനി എൻ്റെ ഒരു OG ടെക്നിക്ക് പറഞ്ഞുതരാമോ. ആദ്യം ദോശ എടുത്തിട്ട് പിന്നെ മണ്ടയിൽ കറി ഇങ്ങോട്ട് ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ. ആ ദോശ ആ കറി അങ്ങനെ വെളിച്ചെടുക്കട്ടെ. ഇതൊരു പീസ് എടുത്ത് തിരിച്ചും മറിച്ചും തിരിച്ചും മിക്സ് ചെയ്ത് കഴിക്കുക. അതാകുമ്പോൾ ദോശയുടെ അടിത്തട്ട് വരെ ഈ കറി അങ്ങോട്ട് ഇറങ്ങിയെത്തും. ഇനി ദോശയുടെ ഒരു പീസും ഈ ചിക്കൻ്റെ പീസും എല്ലാം കൂട്ടി ഒരു പിടി. ആഹാ, അടിപൊളി സാധനം കേട്ടോ. അങ്ങനെ ഇത്രയും കഴിച്ചതല്ലേ, ഇനി ദഹിക്കാനായിട്ടൊരു കട്ടൻ ചായ കൂടിയും പറഞ്ഞേ. നല്ല അടിപൊളി കട്ടൻ ചായ. ഇനി അതും കൂടിയും കുടിച്ച് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ഉമ്മറപ്പോയിൽ ഇനി വരുമ്പോൾ റൈറ്റ് സൈഡിലൊരു HP പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിന് തൊട്ടടുത്തുള്ള ലൈവ് ദോശ സെൻറ്റർ. അപ്പം ശരി, ബൈ.